ഹലോ എവരിബഡി, ഞാൻ റിസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇനി ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കടായി മഷ്റൂം എന്ന് പറഞ്ഞാൽ കൂണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ടുള്ള ഒരു ഐഡിയൽ പ്രിപ്പറേഷനാണ്. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. കടായി മഷ്റൂമിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റ് മഷ്റൂം, അതായത് 200 ഗ്രാം മഷ്റൂം, ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നു, ഒരു മീഡിയം സൈസ് സവാള ക്യൂബായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, ഒരു 4 to 5 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കടായി മസാല. കടായി മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കടായി ചിക്കൻ ഉണ്ടാക്കിയപ്പം അതിൽ കാണിച്ചിരുന്നു. ഇത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, ഒരു കുറച്ച് മല്ലിയില, ആവശ്യത്തിന് കസൂരി മേത്തി. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു, ഒരു കടായി വെച്ചു. ഇതിലേക്ക് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുന്നു. ഇത് ചൂടാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ഈ സവോള ഇടുന്നു. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ ഞാൻ ഈ ക്യാപ്സിക്കം ഇടുന്നു. അതിനുശേഷം ഒരു 3 to 4 മിനിറ്റ്സ് ഇത് ഇളക്കുന്നു. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇത് ഇളക്കുന്നത്. ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇത് ക്രഞ്ചി ആയിട്ടിരിക്കണം, അതായത് പകുതി വെന്താൽ മതി. ഇത് പകുതി വെന്തു. ഗ്യാസ് സിമ്മിൽ വെച്ചു. ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നു. ഇനി നമ്മൾ ഇതിൽ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. സെയിം ഓയിലിൽ തന്നെ നമ്മൾ ഈ മഷ്റൂമും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു. എൻ്റെ മഷ്റൂം വലിയ മഷ്റൂം ആയിരുന്നുകൊണ്ട് അത് ഞാൻ 4ആയിട്ട് കണ്ടിച്ചു. ചെറിയ മഷ്റൂം ആണെങ്കിൽ ഇത് 2ആയിട്ട് കണ്ടിച്ചാൽ മതി. ഇനി ഈ മഷ്റൂമിലേക്ക് ഞാനൊരു സ്വല്പം ഉപ്പിടുന്നു. ഈ 1 ടീസ്പൂൺ ഉപ്പ് നമ്മൾ എടുത്ത് വെച്ചിരുന്നു. അതിൽ നിന്നും ഒരു സ്വല്പം, ഒരു 1/4 ടീസ്പൂൺ ഇടുന്നു. ഇതൊരു 5 മിനിറ്റ്സ് എങ്കിലും എടുക്കും ഹാഫ് ഫ്രൈ ആവുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ മഷ്റൂം ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് എടുക്കുന്നു. മഷ്റൂമും പകുതി വെന്തതേ ഉള്ളൂ. മുഴുവൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരുന്ന എണ്ണയിൽ നിന്നും 1 ടേബിൾ സ്പൂണ് എണ്ണയും കൂടെ ഒഴിക്കാം. പാൻ ചൂടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പാൻ ചൂടായി, എണ്ണയും ചൂടായി. ആദ്യം ഞാൻ ഈ ഒനിയൻ ഇടുന്നു. ഈ ഒനിയൻ നിങ്ങൾക്ക് എങ്ങനെ വേണേലും കട്ട് ചെയ്യാം, പക്ഷേ കുറച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വേഗം വെന്ത് കിട്ടും. ഇത് ലൈറ്റ് ബ്രൗൺ ആകാൻ വേണ്ടിയിട്ടൊന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഗ്ലാസി ആയാൽ മതി, അതായത് പകുതി കുക്കായാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഈ ഇഞ്ചി ഇടുന്നു, വെളുത്തുള്ളി ഇടുന്നു. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ തക്കാളി ഇടും. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു. നമ്മുടെ ഒനിയൻ ഗ്ലാസിയായി. ഇതിലേക്ക് ഞാൻ ഇനി തക്കാളി ഇടുന്നു. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇടുന്നു. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാൻ ഇതൊന്ന് കവർ ചെയ്ത് വെക്കുന്നു. കാരണം ഇത് തക്കാളി നല്ലപോലെ വേകണം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാക്കി ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇനിയും വരാം. 2 മിനിറ്റായി. തക്കാളി വെന്ത് അലിഞ്ഞിട്ടില്ല. ഇനി നമുക്കൊരു 2 to 3 മിനിറ്റ്സും കൂടെ എങ്കിലും വെക്കണം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാണ്. ഒരു 3 മിനിറ്റോടെ കഴിയുമ്പോൾ ഇനിയും വന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ തക്കാളി വെന്തു. ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഈ ഒനിയനും തക്കാളിയും
ഫ്രൈ ചെയ്തത് തണുക്കാനായിട്ട് നമുക്കിനി നോക്കിയിരിക്കണം. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഒരു മിക്സിയിൽ അരച്ചിട്ട് വരാം. ഗ്യാസ് ഓൺ ചെയ്തു. ആ സെയിം കടായി തന്നെ ഞാൻ വെച്ചു. ഇതിലേക്ക് ഞാൻ ബാക്കിയിരുന്ന എണ്ണ ചരിക്കുന്നു. എണ്ണ ചൂടാകുന്നതിന് വേണ്ടി നമുക്ക് നോക്കാം. നമ്മുടെ എണ്ണ ചൂടായി. ഈ അരച്ച് വെച്ച പേസ്റ്റ് നമുക്ക് ഇതിലേക്കിടാം. ഓയിൽ സെപ്പറേറ്റ് ആകുന്നത് വരെ നമുക്ക് ഇത് ഫ്രൈ ചെയ്യണം. ഓയിൽ സെപ്പറേറ്റായി. ഇതിലേക്ക് ഞാനിനി എല്ലാ മസാലപ്പൊടികളും ആഡ് ചെയ്യുന്നു. ഗ്യാസ് സിമ്മിൽ വെച്ചു. മുളക് പൊടി, ജീരകപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. ഈ കടായി മസാല മാത്രം ഞാൻ കുറച്ചുകൂടെ ലാസ്റ്റിലിടും. ഈ മസാലയുടെ റോ സ്മെല്ലെല്ലാം പോയി. ഇതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറ് കഴുകി വെച്ചിരുന്ന വെള്ളം ഒഴിക്കുന്നു. വെള്ളം കുറവാണ്. ഞാനൊരു 100 ml വെള്ളം കൂടെ ചരിക്കുന്നു. ഫുൾ ഫ്ലെയിമിൽ വെച്ചു. ഇനി നമുക്കിത് തിളയ്ക്കാനായിട്ട് നോക്കിയിരിക്കാം. നമ്മുടെ ഗ്രേവി തിളച്ച് തുടങ്ങി. ഇതിലേക്ക് ആദ്യം ഞാൻ മഷ്റൂം ഇടുന്നു. അതിനുശേഷം ക്യാപ്സിക്കം, ഒനിയൻ ഇടുന്നു. അതിനുശേഷം ബാക്കിയിരുന്ന 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടു. ഇനി നമുക്ക് തിളയ്ക്കുന്നിടം വരെ നോക്കിയിരിക്കാം. തിളച്ച് കഴിയുമ്പം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 8 to 10 minutes കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. തിളച്ച് തുടങ്ങി. ഇതിലേക്ക് ഞാൻ നമ്മുടെ കടായി മസാല ഇടുന്നു. ഒരു 6 to 7 minutes കഴിഞ്ഞ് നമുക്ക് ഇനിയും വരാം. ഇനി ഞാൻ ഇതിലേക്ക് കസൂരി മേത്തി ഇടുന്നു. എട്ട് മിനിറ്റായി. പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പം പറയാത്ത ഒരു ഐറ്റമുണ്ട്. അതായത് ക്രീം ഇടണമെന്നൊരു നിർബന്ധവും ഇല്ല. ക്രീം ഇട്ടില്ലെങ്കിലും അത് ടേസ്റ്റി ആയിരിക്കും. എന്നാലും ഞാനിതിലേക്ക് ഒരു സ്വല്പം ക്രീം ഇടുന്നു. ഇത് കൂടാതെ ഒരു 1 ടീസ്പൂൺ ബട്ടർ ഇടുന്നു. ബട്ടറും ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിരുന്നില്ല. സാധാരണ ഞാൻ ഇടാറില്ലായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഗസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ടു മേക്ക് ഇറ്റ് മോർ ടേസ്റ്റി ഐ ആം പുട്ടിങ് ലിറ്റിൽ ബട്ടർ ഓൾസോ. ബട്ടറും ക്രീമും തികച്ചും ഓപ്ഷണലാണ്. ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ കടായി മഷ്റൂം തയ്യാറായിട്ടുണ്ട്. ഇത് ഞാനിനി ഡിഷ് ഔട്ട് ചെയ്യാൻ പോകുന്നു. ഞാനിത് ഡിഷ് ഔട്ട് ചെയ്തു. ഇനി ഒരു സ്വല്പം മല്ലിയിലയിട്ട് നമുക്കിത് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടായി മഷ്റൂം തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ.